നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 303-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ലോകപ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ സഞ്ജയ് സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടാണ്. സംഗീതം എനിക്ക് ജീവവായു പോലെയാണ്. ഇത് പറയുമ്പോൾ സംഗീതത്തെപ്പറ്റി ആധികാരികമായിട്ടുള്ള അറിവുകളൊന്നുമില്ല എങ്കിലും ഇന്ത്യയിലെ നിരവധി പ്രമുഖരുടെ കച്ചേരികൾ കേൾക്കാനും ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഒരുപാട് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഞാൻ അഭയം കണ്ടെത്തിയത് ഈ കർണാടക സംഗീതത്തിലാണ്. അത് നിസ്സംശയം പറയാം. മറ്റുള്ള ഒന്നിലും താല്പര്യം കാണിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കിയത് സാഹിത്യരചനയിലും കലയിലുമാണ്. ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഒരു ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഒരു സിഗരറ്റ് ഞാൻ പുകച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ റഷ്യയിൽ പോയപ്പോൾ അവിടെ വച്ച് ലോകത്തിലെ വില കൂടിയ ഒരു മദ്യത്തിൽ ഒരു ചെറുവിരൽ കൊണ്ട് തൊട്ട് നാക്കിൽ വെച്ച് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ്, രുചി എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ ജീവിതത്തിൽ നിങ്ങളോടിത് പറയുമ്പോൾ അങ്ങനെയുള്ള മറ്റ് മേഖലകളിലൊന്നും ഞാൻ പോയിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാം. പിന്നെ അല്പം മുൻചുണ്ടി, ഒരു വ്യക്തിക്ക് ചില കഴിവുകളൊക്കെ കാണുമല്ലോ. കൃത്യനിഷ്ഠയും ആർജവവും ജീവിതം ഒരു ക്യാൻവാസ് ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇവിടെ വേദാന്തവും തത്വചിന്തയുമല്ല പറഞ്ഞത്, പക്ഷേ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ പല വഴിത്തിരിവുകളിലും കടലിലേക്ക് ചാടിയാലോ എന്ന് പോലും ചിന്തിക്കുന്ന അവസരങ്ങൾ വന്നപ്പോഴും ഞാൻ ആത്മസംതൃപ്തി നേടിയതും എൻ്റെ മനസ്സിനെ തളരാതെ സൂക്ഷിച്ചതുമെല്ലാം കർണാടക സംഗീതമാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള നിരവധി പേരുടെ എണ്ണിയാലൊടുങ്ങില്ല കച്ചേരികൾ ലൈവായി കേൾക്കാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ലാളിത്യവും വളരെ വിനയവും നല്ല മനസ്സുമുള്ള ഒരു വലിയ സംഗീതജ്ഞൻ. നിരവധി തവണ സ്വാതിരുന്നാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് കുതിരമാളികയിൽ നടന്ന കച്ചേരികൾ ഞാൻ കേൾക്കുകയും ആസ്വദിക്കുകയും 2007 അദ്ദേഹവുമായി നേരിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കീർത്തനങ്ങളുടെയും ആലാപന മികവ്, ആലാപന രീതി നമ്മളെ വിസ്മയിപ്പിക്കും. അത്ര ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ സ്വര സാന്നിധ്യം. നമ്മൾ കച്ചേരിയിൽ മുഴുകിയിരുന്നു പോകും. അദ്ദേഹവുമായി 2007 ആകെ ഒരു തവണയെ നേൽക്കണ്ട് കുറച്ച് സമയം സംസാരിച്ചിട്ടുള്ളൂ. അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ഭോഗീന്ദ്രശായിനം ഗുരുകുശലദായിനം ഭോഗീന്ദ്രശായിനം ഗുരുകുശലദായിനം പുരുഷം ശാശ്വതം കലയേ ഭോഗീന്ദ്രശായിനം. മഹാരാജ സ്വാതിരുന്നാൾ എഴുതിയ ആ കീർത്തനം അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയിലൂടെ വരുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയതുപോലെ നമുക്ക് തോന്നും. കുന്തലവരാളി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ
ആ കീർത്തനം എത്ര മാത്രം മനസ്സിനെ തലോടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഭാരതീദാസൻ എഴുതിയ ഇമ്പം നേർക്കയിൽ, ബാക്കി ലൈനുകൾ എനിക്കറിയില്ല, പക്ഷെ ആ ഗാനം, അതേപോലെ സുബ്രഹ്മണ്യ ഭാരതിയുടെ ചിന്നം ചിരുക്കിളിയെ ലൈൻസ് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അതുപോലെ ചലമേഖര രമ, ത്യാഗരാജ സ്വാമികളുടെ കീർത്തനം. അങ്ങനെ നിരവധി കീർത്തനങ്ങൾ അദ്ദേഹം ആലോപിക്കുമ്പോൾ നമ്മൾ അതിശയപ്പെട്ടു പോകും. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം? വളരെ സിമ്പിളായി, മിക്ക തവണയും ഞാൻ കണ്ടിട്ടുള്ള വെള്ള കൈയില്ലാത്ത ഷർട്ടും മുണ്ടും ധരിച്ച് യാതൊരു ആഭരണങ്ങളൊന്നുമില്ലാതെ സ്റ്റേജിൽ നിറഞ്ഞിരുന്ന് പാടുമ്പോൾ ദൈവമേ എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോകും. അത്ര മാത്രം വാക്കുകളുടെയും രാഗങ്ങളുടെയും അതിൻ്റെ വിസ്താരത്തിലും രാഗവിസ്താരത്തിലും അതിൻ്റെ സ്വരങ്ങളും മറ്റും അദ്ദേഹം ആലപിക്കുമ്പോൾ ദൈവമേ എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോകും. അത്ര മാത്രം ചടുലമായ ഭാവവും ഓരോ കീർത്തനങ്ങളുടെയും ഉൾസത്ത അറിഞ്ഞ് പാടുന്നൊരു വലിയ ഗായകൻ. 2007 അദ്ദേഹത്തിൻ്റെ കച്ചേരി കഴിഞ്ഞ് പുറമേക്ക് ഇറങ്ങുമ്പോൾ വിയർത്ത് കുളിച്ച് ഒരു പരുവത്തിലായിരുന്നു. ഇങ്ങനെ അടുത്ത് ചെന്ന് എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ആരെ കാണുമ്പോഴും ഏത് കലാകാരനെ കാണുമ്പോഴും ഞാൻ അവിടെ ഇരുന്ന് എന്നെ 1-2 ചോദ്യങ്ങൾ തയ്യാറാക്കി വയ്ക്കും. നമ്മളവിടെ മോശക്കാരനാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ട് വേണം ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, സ്വാതി തിരുനാളിൻ്റെയും ത്യാഗരാജസ്വാമികളുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും പുരന്ദരദാസൻ്റെയും അങ്ങനെ ധാരാളം എഴുത്തുകാരുടെയും സന്യാസിവര്യന്മാരുടെയും ഒക്കെ വരികൾ താങ്കൾ പാടുമ്പോൾ താങ്കളുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്ന ചിന്ത എന്താവും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്നോട് ഇങ്ങനെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല, എങ്കിലും ഈ വേദിയിൽ ഇരുന്ന് പാടിയതുകൊണ്ടോ ഇവിടെ വന്നതുകൊണ്ടോ അല്ല, ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കീർത്തനങ്ങളും രണ്ടും 2 തലത്തിലാണെങ്കിലും കൂടുതൽ പത്മനാഭദാസൻ എന്നുള്ള ചിന്തയിലും പത്മനാഭസ്വാമിയെ നമിച്ചുകൊണ്ടും അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ടും എഴുതുന്ന രചനകൾ എത്ര തീവ്രമായ ആശയങ്ങളാണ്, എത്ര തീവ്രമായ അനുഭവങ്ങളാണ് വരികളായി വന്നിട്ടുള്ളത്. പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭ മുരാരേ. അവിടെയും ഏത് കീർത്തനം എടുത്തിരുന്നാലും അതാണ് എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ലോകത്തെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പാടുമ്പോൾ എല്ലാ സംഗീതജ്ഞരും എല്ലാ ഗായകരും പറയുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം, വളരെ പഠിച്ചിട്ട് വേണം അവിടെ ചെന്ന് പാടാൻ. ഒരുപാട് പേർ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേർ സംഗീതത്തിൽ അപാരമായ അറിവും ജ്ഞാനവും ചിന്തയും ഒക്കെ ഉള്ളതാണ്. എന്തേലും പാടിയിട്ട് പോകാം എന്ന് ആരെങ്കിലും ചിന്തിച്ചുവെങ്കിൽ അത് തെറ്റാവും എന്ന് ഓരോരുത്തരും പറഞ്ഞു, ഓരോ സംഗീതജ്ഞനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത്, വെള്ളി വെളിച്ചത്തെക്കാൾ ഉപരി നിലവിളക്കിൽ 7 തിരിയിട്ട് കത്തിച്ച് മഹാരാജാവിൻ്റെ ചിത്രവും വെച്ച് വളരെ ലളിതമായിട്ടാണെങ്കിലും ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ വേദിയിലിരിക്കുമ്പോൾ മനസ്സ് അറിയാതെ
കൃഷ്ണനെയും രാമനെയും എല്ലാവരെയും ഓർത്തു പോവുകയാണ്. അതുപോലെ ഈ ജന്മം സഫലമാകാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാർ രാജകുടുംബാംഗവുമായി ബന്ധമുള്ളവരും എൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്ന പ്രിൻസ് രാമവർമ്മയാണ്. എന്നെക്കാട്ടിയും മഹാനായ വലിയൊരു ഗായകൻ, സംഗീതജ്ഞൻ. അദ്ദേഹമൊക്കെ ഇരിക്കുമ്പോൾ പാടുക കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കണ്ടില്ലേ ഈ വിയർപ്പ്? മറ്റ് എവിടെ പാടാൻ പോയാലും ഇത്രയും വിയർപ്പ് വരാറില്ല. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിനോട് പറയുകയാണ്, നീ പാടുന്നതെല്ലാം ശ്രദ്ധിച്ചു വേണം എന്നത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ പക്കമേളം വായിച്ചവരും നടന്നു നീങ്ങാൻ ഭാവിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ ഞാനിങ്ങനെ ശരവൺ മൈസറാണെന്ന് പറഞ്ഞു. ചെറിയൊരു എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു ചോദ്യം എന്നോട് ആരും ചോദിച്ചില്ല കേട്ടോ, നിങ്ങളെ ഞാൻ ഓർക്കും എന്ന് പറഞ്ഞ് തോളിൽ തട്ടി അദ്ദേഹത്തിൻ്റെ തോളിൽ കരുതിയിരുന്നൊരു തൂവാല എടുത്ത് മുഖം തുടച്ച് തൊഴുകൈയോടെ നടന്നു പോവുകയാണ് ഉണ്ടായത്. കാലം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 10-12 വർഷങ്ങൾ, 22 വർഷങ്ങൾക്ക് മേലെയായി. എങ്കിലും അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ ആ സന്തോഷം, മനസ്സിൻ്റെ ആ തോന്നലുകൾ എങ്ങനെ മറക്കാനാണ്? ആ വലിയ കലാകാരന്, ആ വലിയ ഗായകന് ആയുരാരോഗ്യ സൗഖ്യവും സുഖവും ഇനിയും ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം പാടാനും ഉള്ള സാഹചര്യം ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.